ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. അപ്പൊ നമ്മുടെ ചാനൽ അങ്ങനെ 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി നിങ്ങളുടെ സപ്പോർട്ടും ലവും ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബ്ലൂ ബോക്സ് അനിമയുടെ 8ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ രാവിലെ അലാറം അടിക്കുവാണ്. ചിനാറ്റ്സു എഴുന്നേറ്റ് അലാറം ഒക്കെ ഓഫ് ചെയ്ത് കിച്ചണിലോട്ട് വരുവാണ്. അങ്ങനെ ചിനാറ്റ്സു നോക്കുമ്പോ ടൈക്ക് നേരത്തെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്തോണ്ടിരിക്കുവാണ്. നീ നേരത്തെ തന്നെ എഴുന്നേറ്റോ? അപ്പൊ ടൈക്ക്, ഹായ് ചിനാറ്റ്സു, ഗുഡ് മോർണിംഗ്. എന്നെ കൊണ്ട് ഉറങ്ങാൻ സാധിച്ചില്ല, ചെറിയ ടെൻഷൻ ഉണ്ട് എനിക്ക്. ടൂർണമെന്റ് അടുത്തല്ലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ എക്സസൈസ് ചെയ്തോണ്ടിരിക്കുന്നേ. അപ്പൊ ചിനാറ്റ്സു, എന്നാ ഞാനും കൂടെ കൂടട്ടെ? ചിനാറ്റ്സും ടൈക്കിയും കൂടെ ഒരുമിച്ച് എക്സസൈസ് ചെയ്തോണ്ടിരിക്കുവാണ്. അവളെ കാണാൻ എന്ത് ക്യൂട്ടാലേ എന്നിങ്ങനെ ടൈക്ക് മനസ്സിൽ വിചാരിക്കുവാണ്. ഇന്ന് നിങ്ങളുടെ ഡബിൾസ് ടൂർണമെന്റ് ആണ് അല്ലേ? ആ അതെ, സിംഗിൾസ് നാളെയാണ്. അങ്ങനെ അവര് ടൂർണമെന്റിലെ മാച്ചിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ചിനാറ്റ്സുവിന്റെ ഫൈനൽ മാച്ച് നാളെ ആയിരിക്കും. എന്നിട്ട് ടൈക്ക് ചിനാറ്റ്സുവിനെ ഇങ്ങനെ നോക്കിയിട്ട്, നാളത്തെ കഴിഞ്ഞാ ഞാൻ നിന്നോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? എന്നിട്ട് ടൈക്ക് ചിനാറ്റ്സുവിനോട് ചോദിക്കുവാണ്. അതിന് കാരണം ടൈക്കിക്ക് ഇന്നും ചിനാറ്റ്സു ആ ചിക്കന് വേണ്ടിയിട്ടാണോ അസൂയ തോന്നിയത് എന്നുള്ളത് അറിയണമെന്ന് ടൈക്കിക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പൊ ചിനാറ്റ്സു, ഇപ്പൊ നിനക്ക് ആ കാര്യം ചോദിക്കണ്ടേ? അപ്പൊ ടൈക്കി ഇല്ലാന്ന് പറയുവാണ്. എന്നാ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങള് ബാഡ്മിന്റൺ ക്ലബില് എന്തെങ്കിലും കോഡ്സ് യൂസ് ചെയ്യാറുണ്ടോന്ന് ചോദിക്കുവാണ്. സ്കോർ 1 more എന്ന് പറയാറുണ്ട് എന്ന് ടൈക്ക് പറയുവാണ്. എന്നിട്ട് ചിനാറ്റ്സു ഓക്കേ എന്ന് പറഞ്ഞിട്ട് ടൈക്കിന്റെ അടുത്ത് സ്കോർ 1 more എന്ന് പറയുവാണ്. അപ്പൊ ടൈക്കിക്ക് ഇങ്ങനെ ടെൻഷൻ കയറിയിട്ട് ഓക്കേ എന്ന് പറയുവാണ്. കാരണം അവള് വേറെ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമോന്ന് ആലോചിച്ചോണ്ടിരിക്കുവായിരിക്കും ടൈക്കി. എന്നിട്ട് ചിനാറ്റ്സു, ഈ എക്സസൈസ് എന്നെ വളരെ റിഫ്രഷിങ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ടൈക്ക് മനസ്സിൽ, ഇവളെ കൊണ്ട് എങ്ങനെയാ എന്റെ ഹാർട്ട് ബീറ്റ് ഇത്രയും ഫാസ്റ്റ് ആക്കാൻ കഴിയുന്നേ? അങ്ങനെ ടൂർണമെന്റ് നടക്കുന്ന സ്ഥലത്ത് വന്നേക്കുവാണ് എല്ലാവരും. എന്നിട്ട് ടൈക്കി ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുവാണ്. എന്തൊരു ചൂടാണ് ഇവിടെ. ഇതിപ്പോ ജൂൺ പാതിയല്ലേ ആയിട്ടുള്ളൂ. ഇനി സമ്മറിന് എന്താണാവോ ചെയ്യാൻ പോകുന്നേ? അപ്പൊ ഹാരി അവിടെ ഇരുന്നിട്ട്, നമുക്ക് വിൻഡോസ് ഒന്നും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഹാരി അവിടെ നിന്ന് എഴുന്നേറ്റ്, എന്നാ ഞാൻ പോട്ടെ എന്ന് പറയുവാണ്. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? എന്റെ കൂടെ വാ, എന്നിട്ട് നോക്ക്, ഇതാണ് നല്ല സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ മാച്ച് കാണാൻ ഇരിക്കുവാണ്. അപ്പൊ ടൈക്ക് മനസ്സിൽ, ഇത് മാച്ച് കാണാനാണ് വന്നിരിക്കുന്നത്, പക്ഷെ ആരുടെ മാച്ചാണ് എന്ന് പറഞ്ഞിങ്ങനെ നോക്കുമ്പോഴത്തേനും സാച്ചിക്കാവ സ്കൂളിലുള്ള ബാഡ്മിന്റൺ പ്ലേയേഴ്സ് വരുവാണ്. അവരുടെ മാച്ച് ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക. ഓ, ഇതാണ് യോഡോ, ഹാരിയുവിന് ജയിക്കാൻ പറ്റാത്ത ആള്. എന്നിട്ട് യോഡോ വന്ന് ഹാരിയുവിനോട്, നീ ഹാരിയു അല്ലേ? പിന്നെ നീ തോക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നതാണോ? നിന്നോട് ഞാൻ അഡ്വാൻസ് ആയിട്ട് താങ്ക്സ് പറയുവാണ്. നിന്റെ ട്രോഫി തിരിച്ചു തരാൻ വേണ്ടി നീ വന്നതല്ലേ എന്ന് ഹാരിയു പറയുവാണ്. അങ്ങനെ മാച്ചിന് വേണ്ടിട്ട് അവരവിടെ പോയി നിൽക്കുവാണ്. അപ്പൊ ഹാരിയു ടൈക്കിയും കൂടെ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുവാണ്. അവൻ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഹാരിയു യോടോടൊപ്പം കളിക്കുന്നത് ബേസ്ബോൾ കളിക്കുന്ന പോലെ ഉണ്ടാവില്ല, കർവ് ബോൾസ് കളിക്കുന്ന പോലെ ആയിരിക്കും. അവരുടെ ഒപ്പം കളിക്കുന്നത് വീഡിയോ ഗെയിംസ് പോലെയാണ്. അവരുടെ ടെക്നിക്കും സ്പീഡും നല്ല സ്ട്രാറ്റജിയും എല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണ് അവൻ. അപ്പൊ അടുത്ത് നിൽക്കുന്നവരും അവരുടെ മാച്ച് കണ്ട് അത്ഭുതത്തോടെ നോക്കുവാണ്. കൂടെ കളിക്കുന്ന ഓപ്പണന്റ് ചെറിയ പിള്ളേരെ പോലെ കാണുവാണ് അവർക്ക്. കാരണം ഒരു പോയിന്റ്സ് പോലും അവരുടെ നേരെ എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇവരെന്തായാലും ഫ്യൂച്ചർ ഒളിമ്പിക്സിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവര്. അങ്ങനെ ഹാരിയും ടൈക്കിയും കൂടെ വാമപ്പിന് വേണ്ടി പോവുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ടൈക്കി ബാത്റൂമിൽ പോയിട്ട് വെളിയിൽ വരുമ്പോ ഒരു പ്ലെയർ ഒരു ബെഞ്ചിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ആ പ്ലെയറിന്റെ വാലറ്റ് താഴെ വീണിട്ടുണ്ടാവും. അത് കാണുവാണ് ടൈക്കി. എന്നിട്ട് ടൈക്കി പതുക്കെ അയാളെ വിളിക്കുവാണ്. എന്നിട്ട് അയാളെ എഴുന്നേറ്റ് എന്തേന്ന് ചോദിക്കുമ്പോ നിങ്ങളുടെ വാലറ്റ് താഴെ കിടക്കുവാണ്. വാലറ്റ് താഴേന്ന് എടുത്ത് ടൈക്കിക്ക് താങ്ക്സ് പറയുവാണ്. പെട്ടെന്ന് ടൈക്കിനെ ഹാരി വിളിക്കും. അങ്ങോട്ടേക്ക് പോവുകയാണ് ടൈക്കി. ആ പ്ലെയർ അവിടെ ഇരുന്നിട്ട് അവനെ കണ്ടാൽ നല്ല പയ്യനാന്നാ തോന്നുന്നേ. പെട്ടെന്ന് അവിടെ വേറൊരു പ്ലെയർ വന്നിട്ട്, നീ പിന്നെ ഇവിടെ കിടന്ന് ഉറങ്ങുവാണോ? നിന്നെ കോച്ച് തിരക്കുന്നുണ്ടായിരുന്നു. ശരി എന്ന് പറഞ്ഞിട്ട് അവന്റെ ജാക്കറ്റ് ഊരുമ്പത്തേനും അവൻ സാച്ചിക്കാവയില് പഠിക്കുന്ന ബാഡ്മിന്റൺ പ്ലെയർ ആയിരിക്കും. എന്നിട്ട് അവൻ മനസ്സിൽ, പക്ഷെ ബാഡ്മിന്റൺ ഒരു നല്ല മനുഷ്യനുള്ളതല്ല. എന്നിട്ട് അവനെ ഒരു മൂലയിൽ പോയി ഇരിക്കുമ്പത്തേനും അവന്റെ കൂടെ ഉള്ള പ്ലെയർ വന്നിട്ട്, നീ ഇവിടെ ഇരിക്കുവാണോ? നീ നിന്റെ സീനിയേഴ്സിന്റെ മാച്ച് ഒക്കെ കണ്ടു പഠിച്ചാലേ നിന്നെ കൊണ്ട് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതുമില്ലാണ്ട് നമ്മുടെ സീനിയേഴ്സിന്റെയും ഹാരിയുവിന്റെയും ഫൺ മാച്ച് പോവാണ്, നീ എന്തായാലും അത് കാണണം. അങ്ങനെ ആ മാച്ച് നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് സ്കോർ എന്തായെന്ന് ചോദിക്കുവാണ്. നമ്മൾ ഈസി ആയിട്ട് വിൻ ചെയ്യും. പക്ഷെ പാവം ഹാരിയു, അവൻ വളരെ ടാലന്റഡ് ആണ്. പക്ഷെ അവനെ കൊണ്ട് ഒരു ഒഫീഷ്യൽ മാച്ചിന് പോലും വിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ല, അവന്റെ ടീംമേറ്റ് ഫസ്റ്റ് ഇയർ അല്ലേ? അവരുടെ സ്കില്ല് കണ്ടിട്ട് ഈ സ്കോർ വളരെ ചെറുതാണ്. അവര് കോർട്ടിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അങ്ങനെ ടൈക്കി അവിടെ നന്നായിട്ട് പെർഫോം ചെയ്തോണ്ടിരിക്കുവാണ്. അവിടെ ഹാരിയുവിനെ
കഴിഞ്ഞും പെർഫോം ചെയ്യുന്നത് ടൈക്കി ആയിരിക്കും. അങ്ങനെ എല്ലാവരും ചീറപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ടൈക്കിക്കും ഹാറിയുവിനും വേണ്ടിയിട്ട്. പെട്ടെന്ന് ടൈക്കി ഒരു റിട്ടേണിംഗ് ഷോട്ട് അടിക്കുവാണ്. അവര് ജയിച്ചു എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമ്പോഴത്തേനും ഗ്രീൻ ലൈനിന്റെ വെളിയിൽ പോവുകയാണ്. അങ്ങനെ അവര് ജയിച്ചു വന്നിരുന്ന മാച്ച് കയ്യിന്ന് പോവുകയാണ്. അങ്ങനെ ഡബിൾസിൽ ഹാറിയും ടൈക്കിയും തോറ്റു പോവുകയാണ്. അപ്പൊ നല്ല പ്രഷറിൽ ടൈക്കി ഇങ്ങനെ നടന്നു വരുവാണ്. പെട്ടെന്ന് ഹാറി മുതുകത്ത് തട്ടിയിട്ട് അടുത്ത ഗെയിമിൽ നമ്മൾ ജയിക്കണം, ജയിക്കണം. അങ്ങനെ രാത്രിയാവും. ചിനാറ്റ്സു ടൈക്കിന്റെ വീട്ടിലോട്ട് വരുവാണ്. നിനക്ക് നാളെയല്ലേ ഫൈനൽ ക്വാളിഫയേഴ്സ്, കൺഗ്രാറ്റുലേഷൻസ്, ഞാൻ കട വരെ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ടൈക്കിന്റെ അമ്മ അങ്ങോട്ടേക്ക് പോവാണ്. പെട്ടെന്ന് ചിനാറ്റ്സു, ഇന്ന് ടൈക്കിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അവനെ കണ്ടിട്ട് അവൻ വിൻ ചെയ്തില്ല എന്നാ തോന്നുന്നേ. എന്നിട്ട് ചിനാറ്റ്സു ടൈക്കിന്റെ അടുത്തേക്ക് പോയിട്ട് ടൈക്കിന്ന് വിളിക്കുമ്പോഴത്തേനും അവൻ ഡെസ്കിൽ തലവെച്ച് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമായിരിക്കും. ചിനാറ്റ്സു അവിടെ വന്ന് ഇരുന്നിട്ട്, എനിക്ക് അവനെ ഓർമ്മപ്പെടുത്തണമായിരുന്നു, അവൻ ഫസ്റ്റ് ഇയറിൽ എത്തിയതേ ഉള്ളൂ, ഇന്നും അവന് സിംഗിൾസ് ഉണ്ടെന്ന്. പക്ഷെ അവനെ എഴുന്നേപ്പിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ട് അവന്റെ ബുക്കിലേക്ക് നോക്കുവാണ്. അവന് ഞാനിത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അവൻ വീണു പോവില്ല. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും ടൈക്കിന്റെ അമ്മ കടയിൽ നിന്ന് തിരിച്ചു വരുവാണ്. അങ്ങനെ ടൈക്കി എഴുന്നേറ്റ്, ഞാൻ എന്തോ ചിനാറ്റ്സുവിനെ ഡ്രീമിൽ കണ്ട പോലെ തോന്നുന്നു. അങ്ങനെ അവന്റെ ബുക്കില് ചിനാറ്റ്സു എന്തോ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് കണ്ട് ഹാപ്പി ആവുകയാണ് ടൈക്കി. അങ്ങനെ മാച്ച് ദിവസം ടൈക്കി ഹാറിയും കൂടെ പോയിന്റ്സ് ടേബിൾ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. എന്നിട്ട് ഹാരിയു ടൈക്കിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ടൈക്കി വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയാന്ന് വെച്ചാൽ ഞാൻ എന്റെ ബെസ്റ്റ് കൊടുക്കും. അപ്പൊ ഹാരിയുന് ഡബിൾസിൽ തോറ്റിട്ടും അവന്റെ കോൺഫിഡൻസ് കാണുമ്പോ ഹാരിയുന് ഒരുപാട് സന്തോഷാവുകയാണ്. ടൈക്കി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ എന്തായാലും ജയിക്കണം. എന്റെ ഓപ്പോണന്റ് ചിലപ്പോ ഈ കൺട്രിയിൽ തന്നെ ബെസ്റ്റ് പ്ലെയർ ആയിരിക്കും, പക്ഷെ അതെനിക്കൊരു പ്രശ്നമല്ല, ഞാൻ എന്റെ ബെസ്റ്റ് കൊടുക്കും. ഈ രീതിക്ക് തന്നെയാണ് ചിനാറ്റ്സും കളിക്കുന്നത്, അത് തന്നെ ഞാൻ ചെയ്യും. അങ്ങനെ അവരുടെ മാച്ച് പോയിക്കൊണ്ടിരിക്കുവാണ്. ഫസ്റ്റ് റൗണ്ടില് സാച്ചിക്കാവ ജയിക്കുവാണ്. അങ്ങനെ സെക്കൻഡ് റൗണ്ടിലും സാച്ചിക്കാവ തന്നെ ജയിക്കുവാണ്. പക്ഷെ പോയിന്റ്സ് ഒക്കെ ഒരുപാട് അടുത്തടുത്ത പോയിന്റ്സ് ആയിരിക്കും. അങ്ങനെ അവര് ഷേക്ക് ഹാൻഡ് കൊടുത്ത് പിരിയുവാണ്. ടൈക്ക് വളരെ ഡൗൺ ആവുകയാണ്. ഞാൻ തോറ്റൂലേ, ഞാൻ ഇനി അങ്ങോട്ടേക്ക് മാറണം. അങ്ങനെ അവിടേക്ക് ഹിന വരുവാണ്. എന്തായി എന്ന് ചോദിക്കുവാണ് മാച്ച്. അങ്ങനെ ടൈക്കി മാച്ചിൽ ലോസ് ചെയ്ത വിവരം അറിയുവാണ്. ഹിനയ്ക്കും വളരെ സങ്കടാവുകയാണ്. കാരണം ടൈക്കി വളരെ ഹാർഡ് വർക്ക് ചെയ്തു, ദിവസവും പ്രാക്ടീസ് ചെയ്തു, അവന്റെ ബെസ്റ്റ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ടീമിലുള്ള പ്ലെയർ, നീയും സ്പോർട്സിലുള്ള ആളല്ലേ, നമ്മള് എത്ര ഹാർഡ് വർക്ക് ചെയ്താലും എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും ലാസ്റ്റ് നമുക്ക് വിൻ ചെയ്യാൻ പറ്റുന്നോ ഇല്ലയോ എന്നാണ്, അതാണ് സ്പോർട്സ്. അങ്ങനെ ഒരു സ്ഥലത്ത് ടൈക്ക് വളരെയധികം വിഷമിച്ചിരിക്കുവാണ്. ഹിന അവന്റെ അടുത്തേക്ക് വരുവാണ്. എന്ത് പറയണമെന്ന് അറിയാണ്ട് നിൽക്കുവാണ്. അപ്പൊ ടൈക്ക്, നീ എന്തേലും ഒന്ന് സംസാരിക്കേ. അങ്ങനെ അവരെ അവിടെ സംസാരിക്കുവാണ്. നിനക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ടൊന്ന് എടുത്തോണ്ട് വന്നിട്ടുണ്ട്, നീ നിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ബെൻഡോ മാത്രം ഉണ്ടാക്കി കൊണ്ടുവന്നു എന്ന് എന്റെ അടുത്ത് പറയല്ലേ. അതായിരുന്നു ശരിക്കും എന്റെ പ്ലാൻ. പക്ഷെ ഇന്ന് എനിക്ക് മടിയുള്ള കാരണം ഞാൻ വെളിയിൽ നിന്ന് നിനക്ക് കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ടൈക്ക് അവളെ കളിയാക്കുവാണ്. ഓ സമാധാനം, അപ്പൊ ഫുഡ് പോയിസൺ ഉണ്ടാവില്ല. അപ്പൊ ഹിന, നീ എന്താ പറഞ്ഞത്? അങ്ങനെ ടൈക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി എടുക്കുവാണ്. അല്ല, നീ ഇതെന്തിനാ ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നേ? എന്നിട്ട് ടൈക്ക്, ഞാൻ എപ്പോഴും വിചാരിക്കും നാഷണൽസിൽ പോകുന്നത് ഒരു വലിയ കാര്യമാണ്, ഞാൻ ഇന്നും എന്നെ ഒരുപാട് പുഷ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ പ്രാക്ടീസ് മാച്ചിൽ ഞാൻ ഹാരിയുന് വിൻ ചെയ്തപ്പോ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാൻ നാഷണൽസിൽ പോകുന്നു. പക്ഷെ അവസാനം അത് നടന്നില്ല. എന്നാലും ഞാൻ എന്നോട് തന്നെ വളരെ ഹോണസ്റ്റ് ആയിരുന്നു. അതൊക്കെ കേട്ടിട്ട് ഹിന മനസ്സില്, നീ നിന്റെ ലക്ഷ്യങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കില്ല, അതിനുവേണ്ടി നീ എന്തും ചെയ്യും, അതാണ് നിന്റെ ഏറ്റവും നല്ല ഗുണം ടൈക്കി എന്നിങ്ങനെ ഹിന മനസ്സിൽ കരുതുവാണ്. അപ്പുറത്ത് ഹാരിയുന്റെയും യോഡോയുടെയും മാച്ച് പോയിക്കൊണ്ടിരിക്കുവാണ്. എല്ലാവരും അവിടെ ഉണ്ടാവും, ചിയറപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫോഴ്സ്ഫുൾ ആയിട്ടായിരിക്കും അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അങ്ങനെ ആ മാച്ചിലും ഹാരിയു തോറ്റു പോവുകയാണ്. യോഡോ വിൻ ചെയ്യുവാണ്. എന്നിട്ട് ഹാരിയു ജയിക്കാത്തോണ്ട് അവിടെ പല്ല് കടിച്ച് നിൽക്കുവാണ്. അപ്പൊ അവിടെ നിൽക്കുന്നവര് റണ്ണറപ്പ് ആയിട്ടും കൂടെ അവൻ ഇത്രയും ദേഷ്യോ, അത് യോഡോന്റെ ഒപ്പം തോറ്റത് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ഹാരിയു ടൈക്കിനെ തേടുവാണ്. പക്ഷെ ടൈക്കി നേരത്തെ തന്നെ വീട്ടിലോട്ട് പോയിട്ടുണ്ടാവും. എന്നിട്ട് ടൈക്കി സെൽഫ് മോട്ടിവേറ്റ് ചെയ്തിട്ടായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഇനിയും ഞാൻ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം, ഇനിയും ഞാൻ പ്രാക്ടീസ് ചെയ്യണം, അടുത്ത വർഷം ഞാൻ ട്രൈ ചെയ്യും, ഇനിയും എനിക്ക് 2 ചാൻസും കൂടി ഉണ്ട്. അങ്ങനെ ടൈക്കി വീട്ടിന്റെ ഉള്ളിൽ കയറി വരുമ്പോഴത്തേനും ചിനാറ്റ്സുനെ ടൈക്കിന്റെ അമ്മ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. കാരണം ചിനാറ്റ്സ് ക്വാളിഫയേഴ്സിൽ വിൻ ചെയ്ത് നാഷണൽസിൽ കയറിയിട്ടുണ്ടാവും. അങ്ങനെ ചിനാറ്റ്സ് ഒരുപാട് ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അത് കേൾക്കുമ്പോ ടൈക്കിക്ക് സന്തോഷാവുകയാണ്. ഒരുപാട്
ഒരുപാട് നന്നായി. ചിനാൻസുന് നാഷണൽസിൽ കയറാൻ പറ്റി. അവളുടെ ആഗ്രഹം എന്തായാലും സാധിച്ചു. എന്നാലും എന്ന് മനസ്സിൽ കരുതി ടൈക്കിക്ക് വളരെയധികം സങ്കടാവുകയാണ്. പെട്ടെന്ന് ടൈക്കി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുവാണ്. എന്നാലും ഞാൻ തോറ്റുപോയി. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഒരു കാര്യം, എല്ലാവരും വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ.